മലയാള സിനിമയിലെ ഹിറ്റ് ജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചിട്ട് 3 മാസങ്ങൾ പിന്നിട്ടിട്ടേ ഉള്ളൂ. വിവാദങ്ങൾക്കുള്ളിൽ ഇരുവരുടെയും ജീവിതം എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. ഏറ്റവും ഒടുവിൽ മലയാള സിനിമയിലെ യുവനായിക ആക്രമിക്കപ്പെട്ടപ്പോഴും പ്രതിക്കൂട്ടിലായത് ഇവര് തന്നെ. തന്റെ പേരിൽ വിവാദങ്ങൾക്കിരയായ പെൺകുട്ടിയെ താൻ വിവാഹം കഴിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു ദിലീപ് തന്റെ വിവാഹ വാർത്ത അറിയിച്ചത്. വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഹണിമൂണിനായി ഇരുവരും ദുബായിലേക്ക് പോയിരുന്നു. ദിലീപിന്റെ മകൾ മീനാക്ഷിയും ഇരുവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് ദമ്പതികൾ. രണ്ടാം ഹണിമൂണിനായി US ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2016 നവംബർ 25-നായിരുന്നു മലയാള സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ട് ദിലീപും കാവ്യയും വിവാഹിതരായത്. വിവാഹത്തിന് ക്ഷണിച്ചപ്പെട്ട അതിഥികളെ പോലും വിവാഹകാര്യം അറിയുന്നത് വിവാഹ ഹാളിൽ എത്തിയതിനു ശേഷമായിരുന്നു. ഒരു സിനിമയുടെ പൂജയുണ്ടെന്ന് പറഞ്ഞായിരുന്നു എല്ലാവരെയും വിളിച്ചത്. വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ അല്പമെങ്കിലും നേരത്തെ വിവരം അറിഞ്ഞിരുന്നത്. ഇരുവർക്കും ഇതേ രണ്ടാമത്തെ ഹണിമൂണാണ്. വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഇരുവരും ഹണിമൂണിന് ആഘോഷിക്കുന്നതിനായി ദുബായിലേക്ക് പോയിരുന്നു. ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന യാത്രയ്ക്കൊടുവിലാണ് ഇരുവരും തിരിച്ചെത്തിയത്. ഇക്കുറി ഇരുവരും US-ലേക്കാണ് പോകുന്നത്. 20-ലധികം ചിത്രങ്ങളിൽ ദിലീപും കാവ്യയും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. എണ്ണം പറഞ്ഞ സിനിമകളിലൊഴികെ ഇരുവരും ജോഡികളായിരുന്നു. കാവ്യ ആദ്യമായി നായികയായി ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലും അവസാനമായി അഭിനയിച്ചത് പിന്നെയും എന്ന ചിത്രത്തിലും കാവ്യയായിരുന്നു നായിക. ഇവയിൽ ഏറിയ പങ്ക് സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. അതേ ഹിറ്റ് ജോഡികൾ യഥാർത്ഥ ജീവിതത്തിലും ദമ്പതികളായിരിക്കുകയാണ്. കാവ്യയ്ക്കുള്ള പ്രണയസമാനമായി ആലുവയിൽ പുതിയ ഒരു വീടാണ് ദിലീപ് ഒരുക്കിയത്. ഇരുവരും പുതിയ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു. പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതുവരെ ദിലീപിന്റെ അമ്മയ്ക്കൊപ്പമായിരുന്നു താമസം.